ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യലി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച നമ്മുടെ സ്പെഷ്യലി ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കുറച്ച് മതി, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വേവണം. അവിടെയാണ് നമ്മൾ ബിരിയാണിയുടെ ടേസ്റ്റ്. കാരണം നമ്മൾ കുറേ മസാലകളും കുറേ ചിക്കനും അതുകൊണ്ടൊന്നും കരിയില്ല. ഉള്ളി നന്നായിട്ട് വെന്താൽ എന്നാൽ നമ്മളെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി അവിടെ കിടന്ന് നന്നായിട്ട് വേവട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി മസാലപ്പൊടികളും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് ഐറ്റം ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. നമുക്കത് ട്രൈ ചെയ്യാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വെന്ത ശേഷം നമുക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി സെപ്പറേറ്റ് നമുക്ക് ഇതിലോട്ട് പൊടികളൊന്നും ചേർക്കണ്ട. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ തൈര് ഞാൻ ഉപയോഗിക്കലില്ല കേട്ടോ. തൈരിന് പകരം ഞാൻ ചെറുനാരങ്ങയുടെ നീരാണ് ഉപയോഗിക്കൽ. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇത് ചെറിയ തീയിൽ ഒരു അരമണിക്കൂർ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ആ ചിക്കനിലുള്ളൊക്കെ വെള്ളമൊക്കെ മസാലയിട്ട് ഇറങ്ങിയിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ചെറുനാരങ്ങ ഞാൻ 2 വലിയ ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ഉപയോഗിച്ചത്. തൈര് ഉപയോഗിക്കേണ്ട, അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചിക്കൻ വേവുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്പുടുക്കയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പട്ട, ഏലക്കായ, ഗ്രാമ്പൂ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഊറ്റിയിട്ടാണ് വെക്കുന്നത്. ചിലരത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ദമ്മിട്ട് കൊടുക്കും. പക്ഷെ ഞാനിവിടെ ചോറ് വേവിച്ച് ഊറ്റിയിട്ട് ദമ്മിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് വെള്ളം തിളയ്ക്കുമ്പം അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്, റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് 6 kg, വളരെ കുറച്ച് ചേർത്താൽ മതി. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണ്ട. ഇനി നമുക്കിത് ചെറിയ തീയിൽ മൂടി വെച്ച് അരമണിക്കൂർ വേവിക്കാം. അപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഏത് ഐറ്റം ഫുഡാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് അടിക്കണേ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.